മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ശ്രീകുമാർ കീരിക്കൽ പത്തനാപുരം. പ്രാർത്ഥന ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം. മോർണിംഗ് വോയ്സിൻ്റെ എല്ലാ ബഹുമാന്യരായ കേൾവിക്കാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്ക് ആധാരമായി ഒരു വചനഭാഗം വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവത്തിന് മഹത്വം. ദൈവമക്കളായ ഏവരും പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ് എന്ന സത്യത്തിന് ഈ വാക്യത്തിലൂടെ ദൈവവചനം സ്ഥിരീകരണം നൽകുകയാണ്. മുമ്പ് ഭയപ്പെടേണ്ടതായ ദാസ്യത്തിൻ്റെ ആത്മാവിനെ തിരസ്കരിച്ച് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പരമയോഗ്യതയുള്ള ആത്മാവ് ലഭിച്ചവരായി രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ പുത്രത്വം എന്ന ദൈവിക അനുഗ്രഹ അവകാശം നേടിയിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ റോമയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. ആദാമ്യ പാപത്തിൻ്റെ അടിമത്വമുള്ള ആ ദാസത്വമുള്ള ഓരോ ജഡത്തിൽ ജനിച്ച വ്യക്തിയും ക്രൂശിൽ പാപപരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച് പുത്രത്വം പ്രാപിക്കുകയാണ്. ആ ഭാഗ്യമാണ് ദൈവമക്കളായി തീർന്ന ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ഈ സത്യവസ്തുതയുടെ വിശദീകരണം ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിലുണ്ട്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. നമ്മെ സന്തോഷിപ്പിക്കുന്ന പരമമായ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ച പുത്രത്വം. പുത്രത്വം എന്ന പദവിയുടെ അടയാളം നമുക്ക് റോമാലേഖനം തന്നെ 8-ാം അധ്യായം 14-ാം വാക്യം നൽകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. പുത്രത്വത്തിൻ്റെ അടയാളം ദൈവാത്മാവ് നടത്തുന്നവരായിരിക്കും എന്നതാണ്. പുത്രത്വത്തിൻ്റെ അവകാശം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങളിലൂടെ പത്രോസ് അപ്പോസ്തലനും വിശദീകരിക്കുന്നു. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പുത്രത്വത്തിൻ്റെ അവകാശം സ്വർഗീയ പൗരത്വത്തിൻ്റെ പൂർത്തീകരണമായ പൂർണ്ണ രക്ഷയാണെന്ന് ഇതിലൂടെ വെളിവാക്കുന്നു. പുത്രത്വം ലഭിച്ചവരായ വിശ്വാസികൾ അനുകൂലമല്ലാത്ത ഈ ദുഷ്ടലോകത്ത് സാത്താന്യ ആധിപത്യം നടമാടുന്ന ഭൂലോക ജീവിതത്തിൽ പുത്രത്വമെന്ന അനുഗ്രഹീത പദവിയുടെ അടയാളം പ്രദർശിപ്പിക്കേണ്ടവരാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി സാക്ഷ്യം പുലർത്തുക. ലോക ഇമ്പങ്ങളെയും ജഡമോഹങ്ങളെയും ക്രൂശിക്കുവാനുള്ള ധീരമായ മുന്നേറ്റം ആത്മാവിൻ്റെ അനുസരണത്താൽ കാണിക്കണം. ജീവിതത്തിലും ആത്മീയ മണ്ഡലത്തിലുമെല്ലാം ദൈവാശ്രയത്തിൻ്റെയും ദൈവികാലോചനയുടെയും പ്രതിഫലനമായിരിക്കണം ദൈവമക്കളുടെ നടപ്പ് അഥവാ ജീവിത പ്രവൃത്തി എന്നാണ് തിരുവെഴുത്ത് കൽപ്പിക്കുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവിക സാക്ഷ്യം മാത്രവുമല്ല, പുത്രത്വത്തിൻ്റെ അവകാശം സ്വർഗത്തിൽ നേടിയെടുക്കാനുള്ള പരിശ്രമം അതിലൂടെ വിശ്വാസ ജീവിതയാത്രയിൽ ആവശ്യമുണ്ട്.
പുത്രത്വത്തിൻ്റെ അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമാണ്. ആ അവകാശം പൂർണ്ണ തോതിൽ ലഭിക്കുന്നതിന് ഈ ഭൂമിയിലെ ജീവിതകാലത്ത് ആത്മരക്ഷയുടെ പ്രതിഫലനത്തോടെ ജഡശരീരത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഈ മർത്യമായ ശരീരം വിട്ട് അമർത്യമായതിനെ പ്രാപിക്കുന്ന അവകാശം നമുക്കുള്ളതുകൊണ്ട് നാം പുത്രത്വത്തിൻ്റെ അടയാളം പ്രദർശിപ്പിക്കേണ്ടവരാണ്. അത് സഭാജീവിതത്തിലും കുടുംബ സാമൂഹ്യ ജീവിത തലങ്ങളിലും ആവശ്യവും അനിവാര്യവുമാണെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ പുത്രത്വത്തിലാണ് നാം ജീവിക്കേണ്ടത്. അല്ലാതെ പിന്നെയും പാപത്തിൻ്റെ അടിമനുഖത്തിൽ കുടുങ്ങാൻ തക്കവണ്ണം പിശാചിൻ്റെ കെണിയിലകപ്പെടരുത്. പുത്രത്വത്തിൻ്റെ പാവനത കാത്തുസൂക്ഷിക്കാൻ ഉതകുമാറ് സൂക്ഷ്മത ക്രിസ്തീയതയിൽ ആവശ്യമുണ്ട്. ക്രിസ്തുവിൻ്റെ മാർഗ്ഗേ സഞ്ചരിക്കുന്ന പോരാട്ട വീരരായി ഓരോ ദൈവമക്കളും മാറണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനാണ് പുത്രത്വം എന്ന ശ്രേഷ്ഠ പദവിയിലാക്കിയ നാം വിശ്വാസത്താൽ ജീവിക്കേണ്ടത്. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ സ്വർഗീയ ദൈവമേ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ രക്ഷിച്ച് ആത്മാവിനെ നൽകി പുത്രത്വമെന്ന അവകാശ പദവിയിലാണ് ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്നത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. ആ പുത്രത്വമെന്ന പദവിയുടെ ശ്രേഷ്ഠത കാത്തു സൂക്ഷിച്ച് ക്രിസ്തുമാർഗ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപ തന്ന് ദൈവമേ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങൾ സൂക്ഷ്മത പുലർത്താൻ ആലോചന തന്ന് ഞങ്ങളെ ദൈവമേ വഴി നടത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.